ഇയാളെ എന്നെ അന്വേഷിച്ച് രാവിലെ തന്നെ ഹോട്ടൽ റൂമിലേക്ക് വരുന്നുണ്ടെങ്കിലും ഓൾറെഡി അവൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സത്യസന്ധമായിട്ട് എന്റെ ഫീലിങ്സിനെ അപ്രോച്ച് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്തു. ഇയാളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ഓൾറെഡി ലേറ്റ് ആയി പോയി സമയം എന്ന് ഞാൻ വിചാരിച്ചു. ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ച അതേ സമയത്താണ് ഇയാൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അതിന് നന്ദിയുണ്ടെന്ന് ഇന കീജുവിനടുത്ത് തുറന്നു പറയും. ഇന്നെ അന്വേഷിച്ച് വരുമ്പോൾ ഇനയും കീജുവിനും കൂടി കൈകൾ പിടിച്ച് സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് സംസാരിച്ചു പോകുന്നത് ജയോട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് രാത്രി പതിവിന് വിപരീതമായിട്ട് ബാറിൽ അവൻ ഫ്രണ്ട്സിനെ ജോയിൻ ചെയ്യും. അവര് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അവൻ ചെന്നിട്ടുണ്ടായിരുന്നില്ല. അവര് വിചാരിക്കും സ്റ്റെപ്പ് ബ്രദറിനെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആക്കിയതിന്റെ സങ്കടത്തിലാണ് അവൻ ഒരുപാട് കുടിക്കുന്നതെന്ന്. പക്ഷെ അന്ന് രാവിലെ കണ്ട കാഴ്ചയാണ് അവനെ ഡിസ്റ്റർബ് ചെയ്തേക്കുന്നത്. അന്ന് രാത്രി ബിയർ കുടിക്കാൻ കമ്പനിക്കായിട്ട് കീജുവിനെ വിളിക്കാനായിട്ട് മിസ് പാർക്ക് ചെല്ലുന്നോടനെ അവൻ ഇനയുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേൾക്കും. അതുകൊണ്ട് അവളെ ഒന്നും മിണ്ടാതെ അവിടുന്ന് മാറിപ്പോകും. പിറ്റേ ദിവസം കീജൂൺ വഴിയിൽ വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടിയിട്ട്. അവൾക്ക് വേണ്ടിയിട്ട് റോസൊക്കെ വാങ്ങിയിട്ടാണ് അവൻ ഇന്നും വന്നേക്കുന്നത്. നമുക്ക് ജോലിസ്ഥലത്തല്ലാതെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്കെൻഡിൽ ഞാനൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടേക്ക് പോകണമെന്ന് അവൻ എന്നെ അടുത്ത് പറയും. ഇന സമ്മതിക്കും. അന്നത്തെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിന് VP എത്തത്തില്ല. അവന്റെ ഫോൺ വരുന്നതും പ്രതീക്ഷിച്ച് കുറെ നേരം അവരെല്ലാം വെയിറ്റ് ചെയ്യും. പക്ഷെ വരുന്നില്ലെന്ന് മനസ്സിലാക്കി മിസ് പാർക്ക് ജയോളിന്റെ ഇന്ന് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് വരാത്തത്, അജണ്ട ഞാൻ പ്രസന്റ് ചെയ്യാമെന്ന് പറയും. പക്ഷേ സാങ്യോള് അന്നേരം VPയുടെ ചെയറിൽ കയറി ഇരുന്നിട്ട് ഞാനും VP ആണെന്ന് ആരും മറക്കണ്ട, നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം, മിസ് പാർക്കിന് പുറത്തു പോകാം, VP ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഒരു സെക്രട്ടറിക്ക് ആ പ്ലേസിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പുറത്താക്കും. മിസ് പാർക്ക് VPയെ വിളിച്ചു നോക്കും. അയാള് കോൾ എടുക്കുന്നില്ല. ഫ്രണ്ട്സൊക്കെ പോയതിനു ശേഷവും ഫുൾ ടൈം കുടിച്ചോണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. രാവിലെ ആയപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം രാവിലെ ഓഫീസിലേക്ക് വന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ജയോളിനെ അന്വേഷിച്ച് മിസ് പാർക്ക് ചെല്ലുന്നതന്നെ കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണുന്നത്. അവൾ അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇയാളെ കൊണ്ടുവന്നത് കൃത്യസമയത്താണ്. അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ ആള് ജീവനോടെ കാണത്തില്ലായിരുന്നു. മരിക്കണം എന്ന ഉദ്ദേശത്തിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നതെന്ന് ഡോക്ടർ അവളോട് പറയും. ജയോളിന്റെ ബോധം വന്നു കഴിയുമ്പോൾ അവൻ ഹോസ്പിറ്റലിന്റെ റൂഫ് ടോപ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് കരയുകയും ചെയ്യുന്നത് മിസ് പാർക്ക് കാണും. ക്ലബ് ആക്ടിവിറ്റീസിന്റെ പേരിൽ ഇല്ലീഗലായിട്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ഓഡിറ്റ് ടീമിന് മനസ്സിലാവും. ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ സുപ്പീരിയേഴ്സ് ജൂനിയേഴ്സിനെ പ്രഷർ ചെയ്യുന്നുണ്ട്. ആ ഫണ്ട് പലരും വകമാറ്റി ചെലവഴിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ തീരുമാനിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്ലബ് മെമ്പറിന്റെ വൈഫും ഇവർക്കൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അയാള് കൂടെ കൂടെ സ്കൂബ ഡൈവിങ്ങിനാണെന്ന് പറഞ്ഞു പോകും. കുട്ടിയുടെ സ്കൂളിലെ ഒരു കാര്യത്തിനും വരാറില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയും. ക്ലബ് ആക്ടിവിറ്റീസിലൊക്കെ കൃത്യമായിട്ട് പങ്കെടുത്താലേ പറ്റത്തുള്ളൂ എന്നാണ് എക്സ്ക്യൂസ് പറയുന്നത്. ഫോണിലും കൂടുതലും ഇതിന്റെയൊക്കെ ഫോട്ടോസ് തന്നെയാണ്. ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഫോൺ വരുമ്പോൾ രഹസ്യമായിട്ട് മാറി നിന്ന് സംസാരിക്കുകയും ചിലപ്പോൾ അന്നേരം തന്നെ പുറത്തു പോവുകയും ചെയ്യും. എവിടെയാണെന്നൊന്നും പറയാറില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കണം എന്നാണ് അവര് പരാതിയിൽ പറയുന്നത്. ഏതോ ഒരു മെമ്പറുമായിട്ട് അഫയർ ആണെന്നാണ് അവർക്ക് സംശയം. കുറച്ച് ഫോട്ടോസിന്റെ പേരിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരിട്ട് പോയി അന്വേഷിക്കണം. ഈ വീക്കെൻഡില് ആ ഒരു ടീമിന്റെ കൂടെ കീജൂണും കൂടി പോകണമെന്ന് ഇന പറയും. വീക്കെൻഡില് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് അവനുണ്ടെ തിരിച്ചു പറയുന്നുണ്ട്. വേറെ ആർക്കാണ് പോകാൻ സൗകര്യമുള്ളതെന്ന് ചോദിക്കും. എല്ലാവരും ഓരോരോ എക്സ്ക്യൂസസ് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാമെന്ന് ഇന പറയും. ആ വീക്കെൻഡിലാണല്ലോ അവരുടെ ആദ്യത്തെ ഡേറ്റ് കീജൂൺ പ്ലാൻ ചെയ്തേക്കുന്നത്. അത് അവൾക്ക് ഓർമ്മയില്ല എന്ന് അവന് മനസ്സിലാവും. എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഇനയ്ക്കും വീക്കെൻഡ് അല്ലേ, വേറെ പ്ലാൻസ് ഒന്നും ഇല്ലേ എന്ന് അവൻ എടുത്തു ചോദിക്കും. അന്നേരമാണ് അവൾക്കത് ഓർമ്മ വരുന്നത്. പക്ഷെ ഓൾറെഡി പോകാമെന്ന് ടീം മെമ്പേഴ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് അത് മാറ്റി വെക്കാനും അവൾക്ക് പറ്റത്തില്ല. ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത ഡേറ്റിന് പോകാമെന്ന് തീരുമാനിച്ചിട്ട് അത് അവൾക്ക് ഓർമ്മ പോലും ഇല്ലായിരുന്നു എന്നുള്ളത് കീജുണ്ട് ദേഷ്യമാവും. അവൾ അപ്പോളജൈസ് ചെയ്യും. എന്തായാലും എന്റെ കൂടെ വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ അവനും കൂടെ ചെല്ലാൻ തീരുമാനിക്കും. അങ്ങനെ ഇവരും ആ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യും. ഓഡിറ്റ് ടീമിൽ നിന്ന് ആള് വന്നതുകൊണ്ട് ക്ലബ് പ്രസിഡന്റിനെ കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ട്. മിൻറ്റേവു എന്ന് പറഞ്ഞ ആളുടെ വൈഫാണ് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അയാളുടെ ടീമിന്റെ ലീഡറും ഇവരുടെ കൂടെയുണ്ട്. കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് മിൻ നന്നായിട്ട് സംസാരിക്കുന്നതും കൂടുതൽ അടുപ്പത്തോടെ പെരുമാറുന്നതൊക്കെ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. കീജൂണും ഇനയും ആദ്യമായിട്ടായതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആരുടെങ്കിലും കൂടെ വേണം പോകാമെന്ന് ടീമിന്റെ ആള് പറയുന്ന ഉടനെ ഞാൻ മിന്നിന്റെ കൂടെ പോകാമെന്ന് കീജൂൺ പറയും. ആ പെൺകുട്ടി ഇനയുടെ കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കും. ഡൈവ് ചെയ്ത് കുറച്ചു ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും മിസ്റ്റർ മിന്നിന് പാനിക് അറ്റാക്ക് വന്നിട്ട് അയാൾക്ക് ബ്രീത് ചെയ്യാൻ പറ്റാതെ വരും. കീജൂൺ ആണല്ലോ കൂടെ പോയത്. അവനാണ്
മിന്നിനെ രക്ഷിച്ച് മേളിലേക്ക് കൊണ്ടുവരുന്നത്. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ഇഷ്ടമില്ല, വെള്ളം പേടിയാണ്. അങ്ങനെയുള്ള ഒരാള് എന്തിനാണ് സ്ഥിരമായി സ്കൂബ ഡൈവിങ്ങിന് പോകുന്നത്? അതാണ് ഇയാളുടെ വൈഫിന്റെ സംശയം. അത് കീജുവിന് അറിയാമല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ടീം മെമ്പേഴ്സിനെ കൂടി അറിയിക്കണം, അതാകുമ്പോൾ അവർക്കും ശ്രദ്ധിക്കാമല്ലോ എന്ന് കീജുൻ പറയുന്നത് മിന്നിനെ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഇന്നങ്ങോട്ട് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അയാൾ മറുപടി പറയും. മിസ് ഹാൻ നല്ലൊരു ഡൈവർ ആണെന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരു പക്ഷേ അവരൊരു സ്കൂബ ഡൈവർ ആണെന്ന് അറിഞ്ഞിട്ട് ഇവൻ ക്ലബിൽ ജോയിൻ ചെയ്തതാണെങ്കിലോ, അതുകൊണ്ടായിരിക്കാം പാനിക് അറ്റാക്സ് ഒക്കെ വന്നിട്ടും സ്വന്തം ലൈഫ് റിസ്ക് ചെയ്ത് അവരെ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഇതിന് വരുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും സംശയം തോന്നും. ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ മിസ് ഹാൻ യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ മിസ്റ്റർ മിന്നിന് ഫുഡ് വായിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. മിന്നിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കീജുണിന് കൊടുക്കാനായിട്ട് മിസ് ഹാൻ ശ്രമിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഇന വാങ്ങി കഴിക്കും. അവളൊരു അറ്റൻഷൻ സീക്കർ ആണോ എന്ന് എനിക്ക് സംശയം തോന്നും. രണ്ടുപേരും മിന്നിനെയും ഹാനെയും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബാഗും മിൻ അവന്റെ കാറിലേക്കാണ് വെക്കുന്നതെന്ന് ഇവർ കാണും. ആ സമയത്ത് മിന്നിന് ഒരു കോള് വരും. അവൻ അന്നേരം തന്നെ കാറും എടുത്തു പോകും. മിസ് ഹാൻ വന്നിട്ട് ഇവരുടെ അടുത്ത് ലിഫ്റ്റ് ചോദിക്കും. ബാക്കിൽ ഇരുന്ന വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെന്നും പറഞ്ഞിട്ട് മിസ് ഹാൻ ഇനയെ ബാക്കിൽ ഇരുത്തും. എന്നിട്ട് കീജുവിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയാണോ മിന്നിന്റെ അടുത്ത് സംസാരിച്ചത് അതേ രീതിയിലാണ് കീജുവിൻ്റെ അടുത്തും സംസാരിക്കുന്നത്. സുപ്പീരിയറിന്റെ കൂടെ ഇങ്ങനെ ക്ലബ് ആക്ടിവിറ്റീസിനൊക്കെ വരുന്നത് ബോറിംഗ് അല്ലേ, സുപ്പീരിയറിനെ പേടിയില്ലേ എന്നൊക്കെ ഹാൻ അവൻ്റെ അടുത്ത് ചോദിക്കും. മിന്നിനും ഇതേ അവസ്ഥയാണ്. മിന്നിന്റെ ടീം ലീഡറായ യൂണും ഞങ്ങളുടെ ക്ലബിലുണ്ടെന്ന് അവൾ പറയും. ഇയാളും മിന്നും തമ്മിൽ നല്ല അടുപ്പമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. ഞങ്ങള് കസിൻസ് ആണെന്ന് മിസ് ഹാൻ അവരുടെ അടുത്ത് പറയും. അവർ തെറ്റിദ്ധരിച്ചാണെന്ന് രണ്ടുപേർക്കും മനസ്സിലാവും. മൂ ഒരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പോയേക്കുവാണ്. അവിടേക്ക് ഈ പറഞ്ഞ യൂണും വരും. നിങ്ങളുടെ ടീമിൽ നിന്ന് രണ്ടുപേരും ഇന്ന് സ്കൂബ ഡൈവിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ മൂവിൻ്റെ അടുത്ത് പറയും. നിങ്ങളുടെ ഓഡിറ്റ് ടീം എന്തിനാണ് കിട്ടുന്ന പരാതികളൊക്കെ അന്വേഷിക്കാനായിട്ട് നിൽക്കുന്നത്? മിക്കവാറും റൂക്കീസ് ആണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് അവരുടെ സുപ്പീരിയേഴ്സിന് എതിരായിട്ട്. അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ, അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയാൽ പോരെ. ആർമിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും പരാതി കൊടുക്കാൻ പോലും ആരും ധൈര്യപ്പെടുത്തില്ല എന്നൊക്കെ ഇയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇയാൾക്ക് ജൂനിയേഴ്സിനെ ഒന്നും ഇഷ്ടമല്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളാണെന്ന് മൂ തിരിച്ചറിയും. നമ്മളുടേത് മിലിറ്ററി ഒന്നും അല്ലല്ലോ, ഒരു ഓഫീസല്ലേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ടല്ലോ എന്ന് മൂവും തിരിച്ചു പറയും. അവിടെ ഇരുന്ന നേരം മുഴുവൻ യൂണാണെങ്കിൽ മറ്റുള്ള ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇരുന്നുകൊണ്ടിരുന്നത്. അത് മൂവിനെ തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അയാൾ കാറിൽ വന്ന് കയറുമ്പോൾ നോക്കുന്നുണ്ടേ യൂണിനെ കൊണ്ടുപോകാനായിട്ട് വന്നേക്കുന്നത് ടീം മെമ്പറായ മിന്നാണെന്ന് മനസ്സിലാവും. അന്നേരം തന്നെ അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് കീജുണിനെ വിളിച്ച് പറയും. അയാളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം മിന്നിനെ കൊണ്ടു നടക്കുകയാണ്. അയാൾക്ക് സ്കൂബ ഡൈവിങ്ങിന് പോകുന്നതിന് ഒരു പാർട്ണർ വേണം, അതിനാണ് മിന്നിനെ കൂടെ കൂട്ടിയേക്കുന്നത്. ആവശ്യമുള്ളപ്പോഴെല്ലാം കാർ ഡ്രൈവ് ചെയ്യണം, അയാളുടെ ലഗേജ് എടുത്തു കൊടുക്കണം, അയാൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഹാങ് ഓവർ മെഡിസിൻ കൊടുക്കണം. ഇതെല്ലാം മിന്നിന്റെ ഡ്യൂട്ടി പോലെയാണ്. എന്നിട്ട് ഒരു സുപ്പീരിയർ എന്ന നിലയിൽ അവനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുള്ള രീതിക്കാണ് ഇയാൾ സംസാരിക്കുന്നത്. അടുത്ത ശനിയാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ല, എൻ്റെ കുട്ടിയുടെ സ്കൂളിൽ പോകണമെന്ന് മിൻ പറയുമ്പോഴത്തേക്കിനും നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് പോകുന്നതെന്നാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത്. നിനക്ക് ഇപ്രാവശ്യം പ്രൊമോഷൻ വേണ്ടേ? ബാക്കി എല്ലാവരും നിന്നെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നീ എൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നിനക്ക് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ എന്ന രീതിക്കും ഇയാൾ സംസാരിക്കും. മിൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവർ മൂന്നുപേരും കൂടി അവിടെ എത്തുകയും സംസാരിക്കണമെന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നവർ പറയുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഇല്ല, ഓഫീസിൽ ഇതൊക്കെ സാധാരണ അല്ലേ എന്നാണ് അവൻ ചോദിക്കുന്നത്. അല്ല, ഇത് ഹരാസ്മെന്റ് ആണെന്ന് ഇന തിരിച്ചു കൊടുക്കും. നിങ്ങളുടെ വൈഫിൻ്റെ അടുത്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയണം, നിങ്ങളൊരു അഫെയറിലാണെന്നാണ് ഭാര്യ തെറ്റിദ്ധരിച്ചേക്കുന്നതെന്ന് പറയുന്നുണ്ടേ. എൻ്റെ വൈഫ് അങ്ങനെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ഞാൻ പറയത്തില്ല, കാരണം എന്നെ ഓഫീസിൽ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് എൻ്റെ വീട്ടിൽ അറിയരുതെന്നാണ് മിൻ പറയുന്നത്. എന്തായാലും ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരെ രണ്ടുപേരെയും ഒരു ടീമിൽ വർക്ക് ചെയ്യാനായിട്ട് സമ്മതിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് പേഴ്സണലി ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഇന്ന കമ്പനിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് വർക്ക് പ്ലേസ് ഹരാസ്മെന്റിനെ പറ്റി ഒരു സെമിനാർ എടുക്കും. അവൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. ചില ആളുകൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നുണ്ടാവത്തില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ആരെങ്കിലും സഫർ ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിലോ ഞങ്ങളടുത്ത് ധൈര്യമായിട്ട് വന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെല്ലാം കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിക്കാണ് ഇന സംസാരിക്കുന്നത്. എല്ലാവരും പോയി കഴിയുമ്പോൾ മിൻ കീജുണിനെ കാണാനായിട്ട് വരും. അവന് US പോകാനുള്ള അവസരം വന്നിട്ടുണ്ട്. കീജുണാണ് പോകേണ്ടിയിരുന്നത് എന്ന് ഞാൻ അറിഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് മാറി തന്നാണോ ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, അത് എല്ലാവരും കൊതിക്കുന്ന ഒരു പോസ്റ്റ് അല്ലേ എന്ന് കീജുൺ തിരിച്ചു ചോദിക്കും. ശരിക്കും അവന് പോകണ്ടെന്നുണ്ട്, അപ്പോൾ വേറൊരാൾക്ക് ചാൻസ് വരുന്നതാണ്. അവർ നോക്കുമ്പോൾ മിൻ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്.
യൂണിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഇവനൊരിക്കലും പ്രൊമോഷൻ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ചാൻസ് മിന്നിന് കൊടുക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് യൂണിനെ ഡിസിപ്ലിനറി ആക്ഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. എന്റെ ഇൻസിഡന്റ് കാരണമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല, അയാള് ഓഫീസ് ടൈമിൽ സ്കൂബ ഡൈവിങ്ങിന് പോയി എന്ന് കണ്ടെത്താനായിട്ട് പറ്റി, അതുകൊണ്ടാണെന്ന് കിജൂൺ ഉറപ്പ് കൊടുത്തു. അയാൾ നല്ല ഹാപ്പിയാണ്. കിജൂണിന്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയാണെന്ന് പറയും. അവൻ അന്തം വിട്ടു പോകും എങ്ങനെയാണ് മിന്നിന് മനസ്സിലായതെന്നുള്ളത്. സ്കൂബ ഡൈവിങ്ങിന് പോയപ്പോൾ ഇയാള് മിസ്റ്റുവിനെ ശ്രദ്ധിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഈ സീക്രട്ട് എന്റെ അടുത്ത് സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മിൻ പോകുന്നത്. ഓഡിറ്റോറിയമിലെ വണ്ണിലെ ഓട്ടറിനെ വിളിച്ചിട്ടാണ് ചാങ്ങോള് ഗോൾഫ് കളിക്കാനൊക്കെ ഇപ്പൊ പോകുന്നത്. ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫയൽസ് ഒക്കെ ഞാൻ നോക്കി, എനിക്ക് പ്രത്യേകമായിട്ട് ഫയൽസ് ഒന്നും ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്ന് അവൻ പറയും. എന്നിട്ട് എടുത്ത് ചോദിക്കും, അന്ന് ആ സമയത്ത് ജയോളായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണോ ഇത്രയ്ക്ക് കൺസേൺ എന്ന്. എനിക്കറിയത്തില്ല എന്നാണ് സാങ്കുൾ അതിന് മറുപടി കൊടുക്കുന്നത്. അന്നേരം അവനൊരു കോള് വരും. ജയോളിന്റെ വൈഫ് തിരിച്ച് കൊറിയയിലേക്ക് എത്തിയെന്നാണ് വിളിച്ച ആള് പറയുന്നത്. ജയോള് ഹോസ്പിറ്റലിലാണെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛൻ തിരിച്ചു വരാനായിട്ട് പറയുന്നതാണ്. എൻ്റെ അടുത്ത് ആൽക്കഹോൾ അഡിക്ഷന് ചികിത്സിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിപ്പോ എന്താണ് ചെയ്യുന്നത്, എന്താണ് സംഭവിച്ചത്, സ്റ്റെപ്പ് ബ്രദർ VP ആയത് ഇത്രയ്ക്കും അയാളെ ബാധിച്ചോ എന്നൊക്കെ വൈഫ് അവനോട് ചോദിക്കും. അപ്പോൾ അവൻ വൈഫിൻ്റെ അടുത്ത് നമുക്ക് എല്ലാം നിർത്താനായിട്ട് സമയമായി, നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം, എപ്പോഴാണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് ലോയേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കിനും അവൾക്കതൊരു ഷോക്കാണ്. എന്താ പെട്ടെന്ന്, നമ്മളല്ലെങ്കിലും സന്തോഷമായിട്ട് ലൈഫ് ലീഡ് ചെയ്യാനൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചത്, അത് നിനക്കും അറിയാം. എന്നെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇയാൾക്ക് ഒരിക്കലും ഈ കമ്പനിയുടെ പ്രസിഡന്റ് ആകാനുള്ള ചാൻസ് ഉണ്ടാകത്തില്ല ബാക്കിയെന്ന് അറിയാലോ എന്ന് അവള് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ഇനി മുന്നോട്ട് പോകണമെന്നില്ല, എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്തോളാം, ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് അവൻ പറയാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അവൾ ആരെയോ വിളിച്ചിട്ട് ജയോള് പണ്ടത്തെ പോലെയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറയും. ലെഫ്റ്റിൽ വെച്ച് ഇനെ കാണുമ്പോൾ രണ്ടുപേരുടെ അറ്റൻഷൻ ഒരേ സമയത്ത് കിട്ടുന്ന എൻജോയ് ചെയ്യുമായിരിക്കുമല്ലേ എന്ന് മിസ് പാർക്ക് ഇനെ അടുത്ത് ചോദിക്കും. ഇയാൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, അതിൽ ആരുടെ കാര്യത്തിലാണ് ഇയാൾക്ക് ഇത്രയ്ക്കും ദേഷ്യം എന്ന് ഇന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ടേ. ആരെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വിട്ടുതരുമോ, എന്തായാലും കീജൂണിനെ എനിക്ക് വേണ്ട, കാരണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ അധികകാലം നീണ്ടു നിൽക്കാനായിട്ട് പോകുന്നില്ല, അങ്ങനെയാണ് കീജൂൺ റിലേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാറുള്ളതെന്ന് പറയും. ഒരു കാര്യം ചെയ്യൂ, ജയോളിനെ ഞാൻ വിട്ടു തന്നെന്ന് തന്നെ വിചാരിക്കൂ, പക്ഷേ ഇയാൾക്ക് ജയോളിനെ സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ഇന അർത്ഥം വെച്ചിട്ടാണ് മിസ് പാർക്കിന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിച്ചതിരിക്കട്ടെ, ഞാൻ ആരാണെന്ന് മറന്ന് ഇനി എന്നോട് സംസാരിക്കരുത്. ഈ കമ്പനിയിലെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഞാൻ, ഇയാള് ഇവിടുത്തെ ഒരു അസിസ്റ്റന്റ് മാത്രമാണെന്ന് അവളെ ഓർമ്മിപ്പിച്ചിട്ടാണ് ഇന പോകുന്നത്. ഡിന്നറിന് വീട്ടിലേക്ക് വരാൻ ഇന കീജൂണിന് മെസ്സേജ് അയച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മെസ്സേജ് കിട്ടി കഴിയുമ്പോൾ അവൻ വലിയ ആവേശത്തിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നോ തിരിച്ചു വന്നതിന് ശേഷം നമ്മളൊരു ടീം ഡിന്നറിന് പോയില്ലല്ലോ, ഇന്ന് പോകാമെന്ന് ടീംമേറ്റ്സ് ഒക്കെ പറയും. അവന് ഒരു രീതിക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വരാനായിട്ട് ശ്രമിക്കാമെന്ന് അവൻ എനിക്ക് മെസ്സേജ് അയക്കും. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത്തെ റൗണ്ട് പോകുന്ന സമയത്ത് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ഇന ഈ സമയത്ത് വീട്ടില് അവന് വേണ്ടിയിട്ട് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വൈനൊക്കെ വാങ്ങി വീടെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാണോ എന്നൊക്കെ വീണ്ടും വീണ്ടും നോക്കി പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അന്നേരം കീജൂണിന്റെ കോള് വരും. എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കുറച്ചും കൂടി ലേറ്റ് ആവും എന്നാണ് അവൻ പറയുന്നത്. ടീം ഡിന്നറിന് പോയേക്കുവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് വരാൻ പറ്റത്തില്ല എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് അവൾ കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും ആരോ വന്ന് ബെല്ലടിക്കും. അവൻ പറ്റിച്ചതാണെന്ന് വിചാരിച്ചിട്ട് അവൾ സന്തോഷത്തോടു കൂടി പോയി വാതിൽ തുറക്കുമ്പോഴത്തേക്കിനും അത് ജയോളായിരിക്കും. അകത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ആരെയോ എക്സ്പെക്ട് ചെയ്തേക്കുമായിരുന്നു എന്ന് അവന് മനസ്സിലാവും. അത് മനസ്സിലായെങ്കിൽ പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞിട്ട് പൊക്കോളാനായിട്ട് ഇന ജയോളുടെ അടുത്ത് പറയും. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ റിഡിക്കുലസ് ആയിട്ട് ഇയാൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷെ അതാണ് സത്യം. ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചെങ്കിലും ഒരിക്കൽ പോലും ഇയാളെ നഷ്ടപ്പെട്ടതായിട്ട് എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു തോട്ടാണെന്ന് ഇന ഓർമ്മിപ്പിക്കും. ആണെന്ന് എനിക്കറിയാം, എന്ത് സംഭവിച്ചാലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇയാൾ കൂടെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് എനിക്ക് ഇത്രയും കാലം മുന്നോട്ട് പോകാൻ ധൈര്യം തന്നതെന്ന് അവൻ പറയും. അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് ആകാനായിട്ട് പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കിനും ഹായ്, ജയോൾ ഡിവോഴ്സ് ആകാൻ പോകുന്നു, എനിക്കിനി ജയോളിനെ വീണ്ടും ഡേറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ ഞാൻ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചോന്ന് ഇന ദേഷ്യത്തോടെ തിരിച്ചു ചോദിക്കും. ഒരിക്കലും കാര്യങ്ങൾ പഴയതുപോലെ ആകില്ലെന്ന് എനിക്കറിയാം, എന്നാലും എൻ്റെ ഫീലിങ്സിനോട് ഇനിയെങ്കിലും സത്യസന്ധത കാട്ടണം എന്ന് ഞാൻ തീരുമാനിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് കൊടുത്തേക്കുന്നത്. അതൊരിക്കലും ഇയാൾ കാരണമല്ല, എൻ്റെ ഫീലിങ്സ് കാരണമാണെന്ന്
അവൻ പറയും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കത് മറക്കാനായിട്ട് പറ്റുന്നില്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു. ആ സമയത്തേക്ക് ഞാൻ ലേറ്റ് ആയോ എന്ന് ചോദിച്ച് കീജൂൺ അങ്ങോട്ടേക്ക് വരും. ഇയാള് പ്രതീക്ഷിച്ചിരുന്ന ആള് എത്തി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് അന്നേരം ജിയോൾ അവിടുന്ന് പോകും. അവള് കീജൂണിനെ നോക്കുമ്പോൾ അവന് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലാവും. പക്ഷെ അവൻ ആ ദേഷ്യമൊക്കെ കടിച്ചമർത്തി ഒരുപാട് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കുക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് വാങ്ങിയതാണെന്ന് അവൾ പറയും. ശരിയാണ്, ഇയാൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കുക്കിംഗ് ഒന്നും പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടാകത്തില്ല, കുഴപ്പമില്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പോസിറ്റീവായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഇയാൾക്ക് ദേഷ്യം ഉണ്ടെന്ന് എനിക്കറിയാം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ ക്യൂരിയസ് ആണെന്നും അറിയാം. എന്തിനാണ് അത് ചോദിക്കാതിരിക്കുന്നത്, നേരിട്ട് അങ്ങ് ചോദിച്ചു കൂടിയെന്ന്. ഇനി ചോദിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് പറഞ്ഞ് തീർക്കുകയായിരുന്നു നിങ്ങളെന്ന് എനിക്കറിയാം. പറയാൻ ആഗ്രഹമില്ലെങ്കിൽ പറയണ്ട, എന്തായാലും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസം അല്ലാന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്, നമുക്ക് പിന്നീട് ഒരു ദിവസം വീണ്ടും മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകും. അവൻ ലിഫ്റ്റിൽ കയറുമ്പോഴത്തേക്കിനും ഇന പുറകെ ചെന്നിട്ട് ഇന്ന് പോകരുത്, എൻ്റെ കൂടെ സ്റ്റേ ചെയ്യണം എന്ന് പറയും. അന്നത്തെ നൈറ്റ് അവർ ഒന്നിച്ചാണ് സ്പെൻഡ് ചെയ്യുന്നത്. പിറ്റേ ദിവസം ഇന ഓഫീസിലേക്ക് വരുന്ന അതേ സമയത്ത് എല്ലാവരുടെയും മെയിലിലേക്ക് ഒന്നിച്ചൊരു മെയിൽ ചെല്ലും. ഇന കാണുന്നത് പോലെയല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ലൈഫ് ഉള്ള ആളാണ്. എനിക്ക് ഓഫീസിൽ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്, സുപ്പീരിയർ ആയിട്ടുള്ള ഒരു കല്യാണം കഴിഞ്ഞ ആളുമായിട്ട് റിലേഷൻ ഉണ്ടെന്നാണ് ആ മെയിലിൽ പറയുന്നത്. ഫോട്ടോയും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇന കൊറിയയിലേക്ക് തിരിച്ചു വന്ന ദിവസം ജിയോൾ പാർക്കിംഗ് ലോട്ടിൽ വെച്ചിട്ട് അവളെ ഹഗ് ചെയ്യുന്നത് മിസ് പാർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിന് അവളാണ് അനോണിമസ് ആയിട്ട് ഓഡിറ്റ് ടീമിന് മെയിൽ അയക്കുന്നത്, ഇനെപ്പറ്റി കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇനയുടെ കൂടെ ആണെങ്കിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്, അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിക്കാനും റെഡിയാണ് എന്നൊക്കെ ജയോള് പറഞ്ഞത് മിസ് പാർക്ക് വീട്ടിൽ വന്നിരുന്ന് ഓർക്കും. ഹോസ്പിറ്റലിൽ വെച്ച് അവൻ കരഞ്ഞെന്ന് ഓർക്കുമ്പോഴത്തേക്കിനും അവൾക്ക് ദേഷ്യമാവും. ജയോളിനെ ഞാൻ വേണ്ടെന്ന് വെച്ചാലും ഇയാൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ഇന കളിയാക്കി ചോദിച്ചത് ഓർക്കുമ്പോഴത്തേക്കിനും അവളുടെ ദേഷ്യം കൂടും. അതുകൊണ്ടാണ് അവള് ഓഫീസിൽ എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മെയിൽ ഫോർവേഡ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന കണ്ണുകളോടുകൂടിയാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. ഇത് ഓഫീസിലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നും ഇന മനസ്സിലാക്കും. ആ ഷോക്കിൽ അവള് വീഴാനായിട്ട് പുറകിലേക്ക് പോകുമ്പോൾ അവളെ പിടിച്ചു നിർത്തുന്നത് കീജൂണാണ്.